നമോ ഭഗവതേ വാസുദേവായ. നാരദ ഉവാച ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഗശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. നാരദൻ പറഞ്ഞു, ശ്രീശുഖശാസ്ത്രത്തിലുജ്വലമാവിധം ഭാഷിതമാം ജ്ഞാനയജ്ഞം മുനീന്ദ്രരെ, ഞാൻ അനുഷ്ഠിച്ചിടാം ക്ലേശം സഹിച്ചുമാ ജ്ഞാനവൈരാഗ്യഭക്തിപ്രതിഷ്ഠാർത്ഥമായി. യത്ര കാര്യോ മഹായജ്ഞസ്ഥലം തദ്വാച്യതാമിഹ മഹിമാ ശുഗശാസ്ത്രസ്യ വക്തവ്യോ വേദപാരഗൈഃ. കിയദ്ഭിർദിവസൈ ശ്രാവ്യ ശ്രീമദ്ഭാഗവതീ കഥാ കോ വിധിസ്തസ്ത്ര കർത്തവ്യോ മമേദം വദതാമിതഃ. ആശുദ്ധകൃത്യത്തിനുത്തമസ്ഥാനമേതാശു ചൊൽവിൻ ശുഖശാസ്ത്രമഹത്വവും. എത്ര നാൾ കൊണ്ടതു കേൾക്കേണ്ടതാണതിൽ ശ്രദ്ധേയമാകും വിധികളെന്തൊക്കെയാം. കുമാരാ ഊജുഹു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനേ. ഗംഗാദ്വാരസമീപം തു തടമാനന്ദനാമകം നാനാ ഋഷിഗണൈർജുഷ്ടം ദേവസിദ്ധനിഷേവിതം നാനാതരുലതാകീർണം നവകോമളവാലുഘം രമ്യമേകാന്തദേശസ്ഥം ഹൈമപത്മസുശോഭിതം യത്സമീപസ്ഥജീവാനാം വൈരം ചേതസി ന സ്ഥിതം. ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നതഃ അപൂർവാരസരൂപാ ച കഥാ തത്ര ഭവിഷ്യതി. കുമാരമുനികൾ പറഞ്ഞു, ജ്ഞാനവിനയാദി സദ്ഗുണരാശിയാം ഹേ നാരദർഷേ കഥിക്കാം ശ്രവിക്കുക. കാണാം ഹരിദ്വാര സന്നിധി തന്നിലാനന്ദമെന്ന തടം പരിപാവനം. വൃക്ഷലതാതി നിറഞ്ഞുണ്ടവിടത്തിൽ അക്ഷി മനോജ്ഞം നവമൊരു മൺതറ. ഇല്ല വീടേ ജനബാധ വിരിഞ്ഞു സമുല്ലസിക്കുന്നു ചന്താമരത്താരുകൾ. നാനാമുനി ജനവൃന്ദവിലാസിതം വാനവസിദ്ധ നിഷേവിതമസ്ഥലം. അന്തിക സംസ്ഥിത ജന്തുവൃന്ദത്തിനിൽ അന്ധക്കരണത്തിൽ വൈരമശേഷവും. എന്നുമങ്ങുണ്ടാം അപൂർവവും സദൃശപൂർണവുമായിടും ഇത്തരം സക്കഥ. അപുണ്യഭൂമിയിൽ വച്ചു നടത്തുക നിഷ്പ്രയാസം ഭവാനി യജ്ഞമുത്തമം. പുരസ്തം നിർബലം ചൈവ ജരാചീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തസ്ത്രാഗമിഷ്യതി. യത്ര ഭാഗവതീ വാർത്താ തത്ര ഭക്ത്യാധികം വ്രജേത് കഥാ ശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. മെയ്യും ജരീതമായി തീരെ നടക്കുവാൻ വയ്യാതെ വാടിത്തളർന്നു കിടന്നിടും മക്കളുമായി ഭക്തി എത്തിയിടുമിക്കഥ കേൾക്കുവാൻ അങ്ങവർക്കെത്തും യുവത്വവും. ഭാഗവതസ്വനം കേൾക്കുന്നിടത്തവർ പോകയും താരുണ്യമേൽക്കയും ചെയ്തിടും. സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തതഃ ഗംഗാതടം സമാജഗ്മുഹു കഥാപാനായ സത്വരാഃ. സൂതൻ പറഞ്ഞു, എന്നീ വിധം കഥിച്ചാശു ദേവർഷിയുമൊന്നിച്ചു മന്ദാകിനി തടഭൂമിയിൽ നന്ദാത്മജ ചരിതാമൃതലോലരായി ചെന്നു ചേർന്നാർ സനകാദികൾ സത്വരം. യദാ യാദാസ്തടം തേ തു തദാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. ശ്രീഭാഗവതപീയൂഷപാരായരസലംഭടാഃ ധാവന്തോऽഭ്യായയുഃ സർവേ പ്രഥമം യേ ച വൈഷ്ണവാഃ. ഭൂലോകവും നാഗവും സത്യലോകവും കോലാഹലത്താൽ നിറഞ്ഞിതു തൽക്ഷണം. കൃഷ്ണകഥാസുധാസ്വാദനലോലരാം വൈഷ്ണവരോടിയെത്തിടിനാരാദ്യമായി. ഭൃഗുർവസിഷ്ഠശ്യവനശ്ച ഗൗതമോ മേധാതിഥിർദേവലദേവരാധോ രാമസ്തദാഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാ ത്രിജപിപ്പലാദാഃ.
योगेश्वरो व्यासपराशरौ च छायाशु गोजाजलिजन्युमुख्याः सर्वेऽप्यमी मुनिगणा सह पुत्रशिष्याः स्वस्त्रीभिराययुरधिप्रणयेन युक्ताः ദേവലൻ മേധാനിധി വസിഷ്ഠൻ ഭൃഗു ദേവരാതൻ ഗാധിപുത്രൻ മൃഗണ്ഡുജൻ ശാകലർജഞ്ജലി പിപ്പലാദൻ ജന്നു യോഗേശ്വരൻ രാമൻ അത്രിജൻ ഗൗതമൻ വ്യാസഭഗവാൻ ചവനൻ പരാശരൻ ശ്രീശുകനിത്യാദി മുഖ്യ മുനീശ്വരർ പുത്രകളത്ര ശിക്ഷാന്യുതമസ്ഥലത്തെത്തിനാർ സന്തുഷ്ടരായ വിളംബിതം वेदान्तानि च वेदाश्च मन्त्रस्तन्त्रसमूर्तयः दशसप्तपुराणानि षट्शास्त्राणि तथा ययुः गङ्गाद्या सरितस्तस्त्रा पुष्करादिसरांसि च क्षेत्राणि च दिशः सर्वा दण्डकादिवनानि च नागादयो ययुस्तस्त्रा देवगन्धर्वकिन्नराः गुरुत्वा तत्र नायाधान् भृगुः सम्बोध्य चानयत् വേദവേദാന്തങ്ങൾ ശാസ്ത്രങ്ങൾ മന്ത്രതന്ത്രാദി 17 ഇതര പുരാണവും തങ്ങൾ തങ്ങൾക്കുള്ളധിഷ്ഠാന ദേവത മംഗളരൂപത്തിൽ വന്നങ്ങിരുന്നിതേ. ഗംഗ തൊട്ടുള്ള സരിത്തുകൾ, പുഷ്കരാദ്യങ്ങൾ, സരസ്സുകൾ, ക്ഷേത്രങ്ങൾ, ദിക്കുകൾ, ദണ്ഡകം തൊട്ട വനങ്ങൾ, ഗിരികളും കിന്നര ദേവഗന്ധർവ സമൂഹവും വന്നു നിറഞ്ഞു വിഷയാശയാൽ. തത്ര ചേർന്നിടാൻ പറ്റാത്ത പാമരന്മാരെയും ചെന്നു പറഞ്ഞു വരുത്തി ഭൃഗുമുനി തന്നെ ലോക ഗുരുത്വം നിമിത്തമായി. दीक्षिता नारदेनाथ दत्तमासनमुत्तमं कुमारा वन्दिता सर्वैर्निषेधो कृष्णतल्पराः നാരദന വിഷ്ണുഭക്തർക്കശേഷവും പാരാദയാസനം നൽകിയിരുത്തിനാൻ. വന്ദിച്ചു പിന്നെ കുമാരമുനീന്ദ്രരെ നന്ദജ ഭക്തരും അമ്മുനിയും മുതാ. वैष्णवाश्च विरक्ताश्च न्यासिनो ब्रह्मचारिणः मुख्यभागे स्थितास्ते च तदग्रे नारदस्थितः മുന്നിലായി വൈഷ്ണവർ, അപ്പുറം വൈരാഗ്യമാർന്ന വിവേകികൾ, പിൻപു സന്യാസികൾ, പിന്നെയാ ബ്രഹ്മചാരി വ്രജം. ഏറ്റവും മുന്നിലായി നാരദൻ താനും ഇരുന്നിതേ. एकभागे ऋषिगणास्तदन्यत्र दिवौकसः वेदोपनिषदोऽन्यत्र तीर्थान्यत्र स्त्रियोऽन्यतः ഏകഭാഗത്തു മഹീന്ദ്രരും അന്യഭാഗത്തിലായി ദിഗൗകൗസുകളും തഥാ. പിന്നെയൊരിടത്തു വേദവേദാന്തങ്ങൾ, അന്യത്ര തീർത്ഥങ്ങളേകത്ര നാരിമാർ. जयशब्दो नमः शब्दः शङ्खः शब्दस्तदैव च चूर्णलाजा प्रसूनानां निक्षेपस्सु महानभूत् विमानानि समारुह्य कियतो देवनायकाः कल्पवृक्षप्रसूनैस्तान् सर्वांस्तस्त्रसमाकिरन्. അപ്പോൾ ജയ ജയ കൃഷ്ണ നമോ നമ ശബ്ദങ്ങൾ പൊങ്ങി മുഴങ്ങി ശംഖധ്വനി. നന്നായി പൊഴിഞ്ഞു സുഗന്ധവസ്തുക്കൾ തൻ ചൂർണങ്ങളും മലരും മലർക്കൂട്ടവും. ദേവാധിപന്മാർ വിമാനങ്ങളിൽ വന്നു തൂവി കണക്കറ്റു കൽപ്പകപ്പൂമഴ. सूत उवाच एवं तेष्वगचित्तेषु श्रीमद्भागवतस्य च माहात्म्यमुजिरे स्पष्टं नारदाय महात्मने. സൂതൻ പറഞ്ഞു, ഈ വിധം ശ്രോതാക്കൾ ഏകാഗ്രചിത്തരായ വസിച്ചിടവേ യസ്സനകാദികൾ ഭാഗവതത്തിൻ മഹത്വം സവിസ്തരം നാഗമുനിവരനോടു ചൊല്ലിടിനാർ. कुमाराऊजुः अददे सम्प्रवक्ष्यामो महिमाशुगशास्त्रजः यस्य श्रवणमात्रेण मुक्तिः करतले स्थिता. സനകാദികൾ പറഞ്ഞു, കേൾക്കും നിമിഷത്തിലേതൊരു ജീവനും മുക്തി കരസ്ഥമാമെന്നു വിഖ്യാതമാം ശ്രീശുഖശാസ്ത്രമാഹാത്മ്യം ഭവാനോടു ഭാഷണം ചെയ്യുന്നു വിസ്താരമായി മുനേ.
സദാ സേവ്യ ശ്രീമദ്ഭാഗവതി കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. സത്തുക്കളാൽ നിത്യമാസേവ്യമാകുമീ ശുദ്ധ കഥാസ്വാദമിന്നപ്പോഴെന്നില്ല. എപ്പോഴുമാവാം ശ്രവിക്കുവോർ തന്നുള്ളിൽ അപ്പോഴേ വന്നു കുടികൊണ്ടിടും ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.